നമ്മുടെ എല്ലാം വീടുകളിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് ഇതുപോലൊരു ഏണി. എൻ്റെ വീട്ടിലൊരു ഏണി പണിയാൻ ഞാൻ കുറേ നാളായിട്ട് 2 സ്ക്വയർ ട്യൂബ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇത് ഉപയോഗിച്ചൊരു ഏണി പണിയാം. ഇത് 1:1 സ്ക്വയർ ട്യൂബാണ്, 16 ഗേജ്. ഞാൻ ഏണിയുടെ നീളം എടുക്കുന്നത് 12 അടിയാണ്. അപ്പോൾ 12 അടി നീളത്തിൽ നമുക്ക് 2 സ്ക്വയർ ട്യൂബ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത് ഏണിയുടെ ഇടപ്പടിയല്ല ചവിട്ടുപടിക്കുള്ള സ്ക്വയർ ട്യൂബ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 14 ഇഞ്ച് നീളത്തിലാണ് ചവിട്ടുപടിക്കുള്ള സ്ക്വയർ ട്യൂബ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ 14 ഇഞ്ച് നീളത്തിൽ 9 സ്ക്വയർ ട്യൂബ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് കറക്റ്റായിട്ട് വെൽഡ് ചെയ്യാം. ഞാൻ ഓരോ സ്റ്റെപ്പിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൊടുക്കുന്നത് 14.5 ഇഞ്ചാണ്. ഇത് കറക്റ്റ് അളവിന് വെച്ച ശേഷം നമ്മൾ മട്ടൊക്കെ പിടിച്ച് ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ സ്പോട്ട് അടിച്ച് വെക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പുകളുടെ കറക്റ്റ് അളവിൽ വെച്ച് സ്പോട്ട് അടിച്ച് വെക്കാം. ഇതിനുശേഷം നമുക്ക് എല്ലാ സ്റ്റെപ്പും സ്ട്രോങ് ആയിട്ട് തന്നെ വെൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഏണിയുടെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം വെൽഡ് ചെയ്തപ്പോൾ ഉരുകിയിരുന്ന ഫ്ലെക്സ് എല്ലാം നീക്കം ചെയ്യണം. ഇനി ഈ സ്ക്വയർ ട്യൂബ് തുരുമ്പിക്കായിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഓയിൽ കോട്ടിംഗ് കാണും. അത് നമുക്ക് ടർപ്പനോ ടിനറോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ഓയിൽ നീക്കം ചെയ്താൽ മാത്രമേ പെയിൻറ്റ് കുറേ നാൾ ഇതിൽ നല്ലതായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. ഞാനിത് പെയിൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളർ അപ്പോക്സിയാണ്. അപ്പോക്സി അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഏണി ഇരിക്കാൻ വേണ്ടി ഞാൻ നമുക്ക് 2 സ്റ്റാൻഡ് ഉണ്ടാക്കി അതിലാണ് ഈ ഏണി പൊക്കി വെച്ചേക്കുന്നത്. അങ്ങനെ ഈ ഏണി മൊത്തം ഞാൻ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ഏണി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.